T20 ലോകകപ്പ് ആവേശം സെമിയിലേക്ക് കടക്കുകയാണ്. ആകാംക്ഷയും ആവേശവും ഒരുപോലെ ചേർന്ന പോരാട്ടം മുന്നേറിയപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് സെമിയിലേക്ക് എത്തിയത്. പാകിസ്ഥാനും ന്യൂസിലൻഡുമെല്ലാം സെമിയിലേക്ക് എത്തും മുൻപ് മടങ്ങി. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ പാകിസ്ഥാന് ആയില്ല. ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ പൊരുതി ജയിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെല്ലാം ഒത്തുകളിയാണെന്നും ഈ മത്സരത്തിന് ടൂർണമെന്റിനേക്കാളും പ്രാധാന്യം നൽകുകയാണെന്നും ആരോപിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരവും കമന്റേറ്ററുമായ ഡേവിഡ് ലോയിഡ്. തയ്യാറാക്കുന്ന മത്സരക്രമം പോലും എല്ലാവർക്കും തുല്യത നൽകുന്നതല്ല. ദീർഘകാലമായി ക്രിക്കറ്റിലെ ഒത്തുകളിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു വലിയ മത്സരം ഒത്തുകളിക്കപ്പെടുകയാണ്. ICC മത്സരം ഷെഡ്യൂൾ ചെയ്യുന്നതിൽ നിന്ന് ഇത് വ്യക്തമാണെന്നും ലോയിഡ് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിൽ ICC ടൂർണമെന്റുകൾ മാത്രമാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് മത്സരം കാണാൻ ആരാധകർക്കും വലിയ താല്പര്യമുള്ളതാണ്. ഇത് ICC കൃത്യമായി മുതലാക്കുന്നുമുണ്ട്. ഇത്തവണത്തെ T20 ലോകകപ്പിലും കൂടുതൽ കാണികൾ എത്തിയ മത്സരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നതാണ്. നേരത്തെ തന്നെ ഈ മത്സരത്തിന്റെ പരസ്യം പ്രചരിപ്പിക്കുകയും ടിക്കറ്റുകൾ വിൽക്കുകയും ചെയ്യും. ഇന്ത്യയും പാകിസ്ഥാനെയും മിക്ക സമയത്തും ഒരേ ഗ്രൂപ്പിലാവും ഉൾപ്പെടുത്തുക. വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ നേർക്കുനേർ പോരാട്ടം ഉണ്ടായേക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരു ഗ്രൂപ്പിലാകും ഉൾപ്പെടുത്തുക. ഇത്തവണയും ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലായിരുന്നു. ടൂർണമെന്റ് നടന്നില്ലെങ്കിലും ഈ മത്സരം നടക്കണമെന്നതാണ് ICCയുടെ തീരുമാനമെന്നാണ് പല മുൻ താരങ്ങളും ആരോപിക്കുന്നത്. പാകിസ്ഥാന്റെ മുൻ താരങ്ങളിൽ പോലും അമ്പയർമാരും നിയമങ്ങളും ഇന്ത്യക്ക് അനുകൂലമാണെന്നാണ് ആരോപിക്കുന്നത്. പലപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. BCCIക്ക് ICCയിൽ നിർണായക സ്വാധീനമുണ്ട്. എന്നാൽ ഇത് ഇന്ത്യക്ക് മത്സരത്തിൽ ഗുണം ലഭിക്കുന്നുവെന്നത് തെറ്റായ ആരോപണം മാത്രമാണ്. T20യിലായാലും ഏകദിനത്തിലായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കവേ വാശിയേറിയ പോരാട്ടമായിരിക്കും ഉണ്ടാവുക. പല മത്സരങ്ങളിലും ത്രില്ലറിനൊടുവിലായിരിക്കും ജേതാവിനെ കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ ഒത്തുകളി ആരോപണത്തിന് പ്രസക്തിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ആരാധകരുടെ ഇഷ്ട മത്സരങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഈ മത്സരത്തിന് ഇത്തരത്തിലുള്ള പ്രചാരണവും പരസ്യവും ലഭിക്കുന്നതും. ഈ മത്സരങ്ങളിൽ ഒത്തുകളി നടക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകളില്ലാത്ത പക്ഷം വെറും ആരോപണമായി ഇത് നിലനിൽക്കുകയുള്ളൂ. ഇന്ത്യ വലിയ ആരാധക പിന്തുണയുള്ളതും സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുകയും ചെയ്യുന്ന ടീമാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റിന് വലിയ ആരാധക പിന്തുണയുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇരു ടീമിന്റെയും മത്സരത്തെ വൈകാരികമായി മാറ്റുന്നത്. മുൻ വർഷങ്ങളിൽ ഇരു ടീമുകൾ തമ്മിലുള്ള മത്സരം കൂടുതൽ വൈകാരികമായിരുന്നു. ടീമിന്റെ തോൽവിയിൽ ആരാധകർ തെരുവിലിറങ്ങുന്ന തരത്തിലേക്കായിരുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇന്ത്യ പാക് പോരാട്ടങ്ങൾ കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുണ്ട്. ഇന്ത്യ ഇത്തവണത്തെ T20 ലോകകപ്പിന്റെ സെമിയിൽ പ്രവേശിച്ചപ്പോൾ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റുപുറത്തായിരുന്നു. ഇനി ഇന്ത്യ പാക് മത്സരം കാണാൻ അടുത്ത T20 ലോകകപ്പ് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കും. ICC ട്രോഫിക്ക് പാകിസ്ഥാൻ വേദിയാവുകയാണെങ്കിൽ ഇന്ത്യ വിട്ടുനിൽക്കും. ന്യൂട്രൽ വേദിയിൽ മത്സരം നടക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാവും കാര്യങ്ങളെന്ന് കണ്ടു തന്നെ അറിയണം.